ചെറിയ ചെറിയ കുടുംബയോഗങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആളുകളോട് മിണ്ടിപ്പറഞ്ഞ് വിശേഷം ചോദിച്ച് വോട്ട് ചോദൽ. ഇതാ മന്ത്രി അപ്പൂപ്പനെ കാണാൻ വേണ്ടി എത്തിയായിരിക്കും അല്ലേ? മുമ്പും മന്ത്രി അപ്പൂപ്പനെ കണ്ടിട്ടുണ്ടോ? ഇതിലേക്ക് വന്നപ്പോളാ ആര് ജയിക്കും ഇവിടെ? മന്ത്രി അപ്പൂപ്പൻ ജയിക്കില്ലേ? പിള്ളേരിങ്ങനെ എല്ലായിടത്തും മന്ത്രി അപ്പൂപ്പനെ കാണാൻ വരുന്നുണ്ടാവും അല്ലേ? വരാറുണ്ട്. പിള്ളേർക്ക് ഇപ്പൊ തഗ്ഗാണ്. എന്ത് പറഞ്ഞു മോളെ? തഗ്ഗല്ലേ? തഗ്ഗാണോ? ജൻസി മന്ത്രിയാ ആണല്ലേ? ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മതേതര വിശ്വാസികൾക്ക് നിയമത്ത് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുമോ വോട്ടർമാർക്ക് എന്നൊരു സംശയം നിൽക്കുന്നുണ്ട്. പക്ഷേ താങ്കളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണ്. നിയമം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം മാത്രമാണ് രാജഗോപാൽ അദ്ദേഹം ജയിച്ചത്. ആദ്യം നിയമം രൂപീകരിച്ച ആദ്യത്തെ ഇലക്ഷൻ അന്ന് ഞാൻ മന്ത്രിയൊന്നും അല്ലല്ലോ. അന്ന് ഞാൻ ഈസ്റ്റ് മണ്ഡലത്തിൽ MLA ആയിരുന്നു. ഈസ്റ്റ് മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ 15 വർഷക്കാലം കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു ഈസ്റ്റ്. അവിടെയാണ് ശ്രീ ബി വിജയകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജയിക്കുന്നത് അവിടെ. അപ്പോൾ ആദ്യം നടന്നതിൽ രാജഗോപാൽ സാർ അന്ന് കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ആരാധ്യനായിട്ടുള്ള നേതാവായിരുന്നു. വളരെ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിനോട് മത്സരിക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യം. അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്രയും ഒരു ആവേശമുണ്ട്. അതായത് രാജഗോപാലിനേക്കാൾ വലുതല്ലല്ലോ രാജീവ് ചന്ദ്രശേഖരൻ എന്നായിരിക്കും അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. രണ്ടാമത് വീണ്ടും മത്സരം നടന്നു. അന്ന് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് രണ്ടാമത് ആരായിരുന്നു? കുമ്മൻ രാജശേഖരൻ ആയിരുന്നു. അന്ന് മുരളീധരൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ ഉണ്ടായിരുന്നു. അതിൽ LDF ജയിക്കുന്ന സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ UDF ശക്തനായ മുരളീധരൻ നിർത്തിയപ്പോഴും വളരെ ദുർബലരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴും നമുക്ക് LDFന് വിജയം ഉറപ്പായിരുന്നു. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യാസമാണ്. ഈ കോൺഗ്രസ്സുകാർ അതിലൊരു അവകാശവാദമുണ്ട്. കെ മുരളീധരൻ നിന്നു, കുറച്ച് കോൺഗ്രസ് വോട്ട് അന്ന് O രാജഗോപാലിന് പോയിരുന്നു. അത് തിരിച്ച് കെ മുരളീധരൻ പിടിച്ചതുകൊണ്ടാണ് ശിവൻകുട്ടിക്ക് വിജയിക്കാൻ പറ്റിയത് എന്നതാണ് അവർ പൊതുവെ നടത്തുന്ന ഒരു പ്രചാരണം. അങ്ങനെയാണെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ചാരുപ്പാർ രവിയാണോ? ചാരുപ്പാർ രവി മത്സരിച്ചപ്പോൾ ചാരുപ്പാർ രവി ചെറിയ വോട്ടല്ലേ പിടിച്ചുള്ളൂ. 13,000 വോട്ട് മറ്റോ പിടിച്ചപ്പോൾ അന്ന് ജയിച്ചല്ലോ LDF. എന്ന് മാത്രമല്ല ഞാൻ തോറ്റ അവസരത്തിൽ LDFന് 59,000 വോട്ടാണ്, ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ വേറൊരു രീതിയാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ 30,000 താഴെ LDFനുള്ളൂ. പക്ഷേ അസംബ്ലി ഇലക്ഷനിൽ 59,000 കിടക്കുകയാണ്. എന്ന് മാത്രമല്ല മിസ്റ്റർ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഒന്നും അല്ല കഴിഞ്ഞ തവണ താങ്കൾ ജയിച്ചത്. കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടൊന്നും അല്ല ജയിച്ചത്. എങ്കിൽ പിന്നെ നേരത്തെ അത് ഒരിക്കലും നമ്മൾ ജയിക്കാൻ വേണ്ടി പാടില്ലല്ലോ. എന്ന് മാത്രമല്ല ഈ 2-3 വിഷയങ്ങളവിടെ ചർച്ച ചെയ്യുന്നത്. 5 വർഷക്കാലം രാജഗോപാൽ സാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം ആരാധ്യനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാനിപ്പോൾ ഏതാണ്ട് 1000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും നേരിട്ട് കാണാൻ കഴിയുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കേരളത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ 16 ലക്ഷത്തോളം വരുന്ന ജനങ്ങളിൽ നിന്ന് വോട്ടെടുപ്പ് നടത്തി അവർ വളരെ ഫെയറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 1ാം സ്ഥാനമാണ് എനിക്കത് നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും വലിയൊരു അംഗീകാരം ആണല്ലോ. അതെനിക്ക് ജനങ്ങളത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ അവരെ അടുത്ത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുക. തിരുവനന്തപുരത്ത് ഞാനുള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും വേണം എൻ്റെ മന്ത്രിമന്ദിരത്തിൽ വരാം, കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം, ഇവരെല്ലാം എഴുത്തുമാനി അറിയാവുന്നവരും രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യുന്നവരാണല്ലോ. ജയിച്ച് വരേണ്ട ആൾ എപ്പോഴും ഞങ്ങൾക്ക് അടുത്ത് കിട്ടാൻ കഴിയുന്ന ഒരാളായിരിക്കും, പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആളായിരിക്കണം. ഇതുപോലുള്ള പാവപ്പെട്ടവൻ്റെ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് വഴിയുടെ കാര്യം,
വെള്ളത്തിൻ്റെ കാര്യം, അതേപോലുള്ള കാര്യം, റേഷൻ കാർഡിൻ്റെ കാര്യം, വീടില്ലാത്തതിൻ്റെ കാര്യം, ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരാളായിരിക്കും എം എൽ എ. അല്ല ഇന്ത്യയിലെ കുത്തക മുതലാളിമാരിൽ ഒരാളാവാൻ വേണ്ടി പാടില്ല നിയമത്തിൻ്റെ എം എൽ എ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് മാനേജറോ ആവാൻ വേണ്ടി പാടില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഗന്ധം തിരിച്ചറിയുന്ന ആളായിരിക്കണം. മതേതരത്വ വിശ്വാസിയായിരിക്കണം. മനുഷ്യത്വമുള്ളവരായിരിക്കണം. പാവപ്പെട്ടവൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന വിഷയങ്ങൾ അവർക്ക് അമ്പരചുംബിയായിട്ട് ഒരു കെട്ടിടം വേണമെന്നോ അതൊന്നുമല്ല. ഒരാൾ പറഞ്ഞ് 30 വർഷക്കാലം പറ്റി എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് എംപ്ലോയ്മെൻറ്റ് ഓഫീസ് എന്താണെന്നും അവിടുത്തെ രജിസ്റ്റർ ചെയ്താൽ ജോലി കിട്ടിയില്ലെങ്കിൽ പാവങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തെ സംബന്ധിച്ച് അറിയുന്ന ഒരാളാവണ്ടേ എം എൽ എ? അല്ല, എന്ന് മാത്രമല്ല, താങ്കളിപ്പോൾ അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയതാണ്. സാധാരണ രാഷ്ട്രീയക്കാർ നമുക്ക് നോക്കാം റെഡിയാക്കാമെന്ന് പറയുന്നതിനപ്പുറം താങ്കൾ 5ാം സ്ഥാനത്താണുള്ളത്. 4 പേർക്ക് കിട്ടിയിട്ടാണല്ലോ കിട്ടുക. അതിൻ്റെ അകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ ജെന്യൂനായ ഒരു മറുപടി കൂടി ആളുകളോട് പറയുന്നു. കൂടെയുള്ള ആളെ കൊണ്ട് ഓഫീസിൽ വിളിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളൊന്നും രാജീവ് ചന്ദ്രശേഖരനോ മറ്റാരെങ്കിലോ വിജയിച്ചാൽ ചെയ്യാൻ കഴിയില്ല എന്നതുകൂടിയായിരിക്കും. അത് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ ഒരു എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടുന്ന അവസരം പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കുറപ്പുണ്ട് നേമത്തെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളൊരു ഉറപ്പാണ്. കാര്യം അല്ലാതെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഏതെങ്കിലും മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണമുണ്ടോ? 5 വർഷം കാലം കൊണ്ട് അതിൽ അവിശ്വാസപ്രമേയ നിയമസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ന കാര്യം നടന്നില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? വിദ്യാഭ്യാസ വകുപ്പിനെതിരെ എന്ത് കുറ്റം പറയാൻ വേണ്ടി പറ്റും? ഒരു കുറ്റമെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയിൽ രണ്ടാമതെത്തി കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 5000 കോടി രൂപയുടെ നിർമ്മാണ സ്കൂൾ നിർമ്മിച്ചു. എൻ്റെ ഈ മണ്ഡലത്തിലുണ്ടല്ലോ 23 സ്കൂളുള്ളതിൽ 20 സ്കൂളിലും പുതിയ കെട്ടിടമാണ്. ലോക ചരിത്രത്തിലാദ്യമായിട്ടാണ്. വാഴമുട്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. 12.5 കോടി തന്നെ 12.5 കോടി രൂപയാണ് ചിലവഴിച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. ഇത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് വി ശിവൻകുട്ടി വോട്ടർമാരുടെ അടിയിലേക്ക് പോകുന്നത്. ഒപ്പം റിപ്പോർട്ടർ ചാനൽ നടത്തിയ നമ്മുടെ അഭിപ്രായ സർവേയിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മന്ത്രിയായി ഇദ്ദേഹത്തെ ആയിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അക്കാര്യം കൂടി പറയുന്നുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ അഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.